ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അടുക്കള കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയ ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറേയൊക്കെ അറിയുന്നുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ അധികം വളച്ചു നീട്ടലൊന്നും ഇല്ലാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എൻ്റെ ഡയലോഗ് അടീനേക്കാളും കാണേണ്ടത് കിച്ചൺ ടിപ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പഴം പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലും വേഗം കേട് വന്ന് പോവാറുണ്ട്, തൊലി വേഗം കറക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് പഴം കേട് വന്ന് പോകുന്നുണ്ട്. അധികം പഴുത്ത പഴമല്ല വാങ്ങുന്നതെങ്കിലും വേഗം കേട് വരുന്നു പോവാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. പഴത്തിൻ്റെ ഈ ഞെട്ടിൻ്റെ മേലെ ഇതുപോലെ ഒരു പെടല പഴം അങ്ങനെ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ ഈ പഴത്തിൻ്റെ ഞെട്ടിൻ്റെ മേലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും 2-3 ദിവസം കഴിഞ്ഞാലും ഇതേ അവസ്ഥയിലായിരിക്കും, കേടുവരില്ല, തൊലി കറക്കുകയില്ല, ഉള്ളി ചീയുമില്ല കേട്ടോ. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇത് പഴുത്തോ കറുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത പഴമാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. പഴത്തിൻ്റെ തൊലി കുറച്ച് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിനേക്കാളും പഴത്തിൻ്റെ തൊലി കുറച്ച് മഞ്ഞ കളർ ആയിട്ടുണ്ട്. ഒന്ന് പഴം പഴുത്തിട്ടുണ്ട് എന്നല്ലാതെ കറുപ്പ് കളറോ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ തൊലി കറുപ്പ് കളർ വന്നിട്ട് ഉള്ളു പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് പഴം പഴുത്തു പോയില്ല കേട്ടോ. ഇനി വേറൊരു ടിപ്പ് നോക്കാം. വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുറേ നന്നാക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ ഇതിങ്ങനെ ഓരോ അല്ലി എടുത്തെടുത്ത് നന്നാക്കാൻ ഭയങ്കര പണിയായിരിക്കും. നമുക്ക് പല മെഷീനും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും വെളുത്തുള്ളി നന്നാക്കാനുള്ള മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല തോന്നുന്നു. ഭയങ്കര പാടാണ്. ലെവൽ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് ഇതിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതിന് നല്ലൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇതുപോലെ 2 ആക്കിയിട്ട് കട്ട് ചെയ്യുക, 2-3 ആക്കിയിട്ട് കട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ വെളുത്തുള്ളി ഡയറക്റ്റ് അതേപോലെ കറിയിലേക്ക് ഇടല്ല ചെയ്യുക. ഒന്നിലെ ചതച്ചായിരിക്കും ഇടുക, അല്ലെങ്കിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞായിരിക്കും ഇടുക. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇത് 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ മേലത്തെ പോർഷൻ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈയും കൊണ്ട് നല്ലപോലെ തിരുമ്മിയാൽ കുറേ വെളുത്തുള്ളിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ. കയ്യിൽ ഇത്തിരി നനവുണ്ടെങ്കിൽ അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ തൂത്തിട്ട് നല്ലപോലെ തിരുമ്മി എടുത്താൽ മതി. തിരുമ്മി എടുത്ത് കഴിഞ്ഞാൽ കുറേ വെളുത്തുള്ളിൻ്റെ തൊലി പോവും. പിന്നെ വെളുത്തുള്ളിൻ്റെ പോവാത്ത തൊലി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തൊലിച്ചാൽ മതി. നമുക്ക് കത്തി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഒരു നല്ലൊരു മെത്തേഡായിട്ട് തോന്നിയതുകൊണ്ട് ഷെയർ ചെയ്യാണ്. നമുക്ക് ഓരോ അല്ലി ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, തൊലി മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടു കട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയാൽ മാത്രം മതി കേട്ടോ. അടുത്ത ഒരു ടിപ്പ് നോക്കാം. ഞാൻ നേരത്തെ നന്നാക്കി വെച്ച വെളുത്തുള്ളിയാണിത്. ഈ വെളുത്തുള്ളി നമുക്ക് കുറേ നാൾ ഫ്രിഡ്ജിൽ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ് അടുത്ത ടിപ്പ്. ഇതിനായിട്ടൊരു ജാറെടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് അടിക്കുമ്പോൾ അടിയാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അടിച്ചാൽ വേഗം അടിഞ്ഞ് കിട്ടും. വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കറികളിലേക്കാണല്ലോ നമ്മൾ വെളുത്തുള്ളി അടിച്ചത് ചേർക്കുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അതിൽ ആഡായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മിക്സീൻ്റെ ജാറിൽ വെളുത്തുള്ളി അടിഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്ത വെളുത്തുള്ളി ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലാണ് ഞാൻ സൂക്ഷിക്കാറ്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കലാണ്. ഇഞ്ചി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളകിൽ പലതും ചീഞ്ഞതായിരിക്കും. പിന്നെ പലതും ഇലകളും പിന്നെ കുഞ്ഞു പ്രാണികളും ഒക്കെ ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് നമ്മൾ എങ്ങനെ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ ഞെട്ട് മുഴുവൻ കളഞ്ഞെടുക്കാം. ഞാൻ ഞെട്ട് മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കാം. കിച്ചൺ ടവൽ തന്നെ വേണമെന്നൊന്നുമില്ല. നല്ല നമുക്ക് വൃത്തിയെന്ന് തോന്നുന്ന ഒരു ബനിയനോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ തുടച്ചെടുക്കാം. നന്നായി തുടച്ച് പച്ചമുളകിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. സാധാ പേപ്പർ വെച്ചാലും മതി. അതിൻ്റെ മേലേക്ക് പച്ചമുളക് നിരത്തിയിട്ട് കൊടുക്കാം. ഇതിൽ കേടുള്ള പച്ചമുളക് ഇല്ലാന്ന് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തണം കേട്ടോ. ഇത് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറും കൂടെ മേലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം പച്ചമുളക് കേടുവരാതെ നിൽക്കുന്നതാണ്. നമ്മൾ ഓരോ തവണ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴും നമ്മുടെ നനഞ്ഞ കൈകൊണ്ട് അതിനിങ്ങനെ പെറുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം വെള്ളം തട്ടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ കുറേ നാൾ നമുക്ക് ഈ ഒരു പച്ചമുളക് പോലും ചെയ്യാതെ കിട്ടും കേട്ടോ.
ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് കടലയും പരിപ്പും പയറൊക്കെ വാങ്ങുമ്പം ഇതുപോലെ കവറിലാക്കിയിട്ടാണ് കിട്ടുക. ലൂസായിട്ടായിരിക്കും നമ്മൾ മിക്കവരും വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്നവർ ഒന്നിൽ ടിന്നിലൊക്കെ ഇട്ട് അടച്ച് വെക്കാവും, അല്ലെങ്കിൽ ഇതുപോലെ കെട്ടി വെക്കാവും ചെയ്യുന്നത്. കെട്ടി വെച്ചാലും ടിന്നിലിട്ട് അടച്ച് വെച്ചാലും വണ്ട് പോലത്തെ സാധനങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ടിന്നിലൊക്കെ ഇട്ട് അടച്ച് വെച്ച ആൾക്കാർ ബാക്കിയുള്ളത് എന്തായാലും ഇതുപോലെ കെട്ടി വെക്കാവും ചെയ്യുക. അപ്പോൾ ഈ കെട്ടി വെക്കുന്നതിന് പകരം ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് ഫോളോ ചെയ്താൽ മതി. ഇത് നമ്മൾ ഒരു ടിന്നിലേക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴും പുറത്തേക്ക് ഇതുപോലെ കടലയൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തേക്കൊന്നും പോവാതെ ഭദ്രമായിട്ട് തന്നെ ഒരു വണ്ടോ ഒന്നും കയറാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത് ഫോളോ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടത് ഒരു കുപ്പിയാണ്, ഒരു കുഞ്ഞു കുപ്പിയാണ് ആദ്യം വേണ്ടത്. വീട്ടിൽ കുപ്പി ഇങ്ങനെ കാലിക്കുപ്പികൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പൈസ കൊടുത്ത് 10 രൂപേൻ്റെ കുപ്പി വാങ്ങിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഇവിടെ കുപ്പികൾ ധാരാളം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് ഒരു പഴയ കത്തി ചൂടാക്കിയിട്ട് ആ കുപ്പീൻ്റെ ഈ പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ തൊലി പറിച്ച് കളയാം, അല്ലെങ്കിൽ സ്റ്റിക്കർ പറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മൂടിയോട് കൂടെയാണ് നമുക്ക് ഈ കുപ്പീൻ്റെ ഈ ഭാഗം വേണ്ടത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടലേൻ്റെ കവർ ഇങ്ങോട്ട് എടുത്തിട്ട് കടലേൻ്റെ കവർ ഇതുപോലെ ചുറ്റി പിടിച്ചിട്ട് നമുക്ക് ആ കുപ്പീൻ്റെ ഉള്ളിലേക്ക് ആ കവർ അതുപോലെ ഇങ്ങനെ മേലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. ടൈറ്റ് ചെയ്താലാണ് അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ ഒന്ന് പോവുള്ളൂ. എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ തുറന്നെടുത്തിട്ട് നമുക്ക് ഏത് ടിന്നിലേക്കാണോ വേണ്ടത് ആ ടിന്നിലേക്ക് ഇട്ട് കൊടുത്താൽ പുറത്തേക്ക് ചെതറി തെറിക്കുകയോ ഒന്നുമില്ല കേട്ടോ. നല്ല സേഫായിട്ടിരുന്നോളും, വണ്ടൊന്നും കയറില്ല. ഇതുപോലെ തന്നെ നമുക്ക് പയറിലും പരിപ്പിലും മറ്റ് ധാന്യങ്ങളിലും ഒക്കെ ചെയ്യാൻ കഴിയും. അരിയിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ കഴിയും. അതാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് അധികം തെറിച്ച് പോവാതെയും അരിമണിയൊന്നും പുറത്തേക്ക് വീഴാതെയും നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് മറ്റൊരു ടിന്നിലേക്ക് മാറ്റാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ടിപ്പ് നോക്കാം. നമ്മൾ കടലയൊക്കെ ഒരു 6 മണിക്കൂറും 5 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണല്ലോ വേവിക്കാം. നമ്മൾ കടലയും പയറൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നാണ് ഈ ടിപ്പിൽ പറയുന്നത്. ഇതുപോലെ നമ്മൾ കടലയൊക്കെ നമ്മൾ വെള്ളത്തിലിടാൻ വേണ്ടി മറന്നു പോയാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കുക. നല്ല തിളച്ച വെള്ളം ഉണ്ടാക്കിയിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. കാസറോൾ ഉള്ളവർ കാസറോളിൽ ചെയ്യുക, അതാകുമ്പോൾ ഒന്നും കൂടെ വെന്ത മാതിരിയാവും. കാസറോൾ ഇല്ലാത്തവർ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു 3-4 വിസിലിനുള്ളിൽ തന്നെ കടല വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ബ്രെഡൊക്കെ നമ്മൾ എടുത്തിട്ട് ബാക്കി വന്നത് നമ്മൾ ഒന്നിലെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ചെയ്യുക. ഇങ്ങനെ 2 മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. ഒന്നിലെ കെട്ടി വെക്കാം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. വേറൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമുക്ക് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചാൽ എടുക്കാനൊക്കെ പ്രയാസമല്ലേ. ഇതാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ആ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ തൊപ്പി പോലെ ആക്കി കൊടുത്താൽ മതിയാവും. പിന്നെ അതിൽ കാറ്റൊന്നും കയറൂല കേട്ടോ, തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല. നമ്മൾ നല്ലപോലെ ചുറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പുറത്തെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റത്തെ ടിപ്പാണ്. നമ്മൾ മൈദപ്പൊടിയും അരിപ്പൊടിയൊക്കെ കുറഞ്ഞ അളവിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഈ കവറിൽ തന്നെ ആവും സൂക്ഷിച്ച് വെക്കുക. ഈ കവർ ഒരു ടിന്നിലിട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യാതെ തന്നെ ഈ കവർ തന്നെ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഗോതമ്പ് പൊടി ബാക്കി വന്നത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് തന്നെ മടക്കിയിട്ട് അതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് മടക്കി വരിക. മടക്കി വരുമ്പോൾ 2 സൈഡിലും ഒരു ടോപ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 സൈഡിലും ഒരു കണ്ടോ, 2 സൈഡിലും ഉണ്ടാവും. ഇത് ബാക്ക് വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡിൽ നിന്നും മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു പേഴ്സ് പോലെ അങ്ങനെ സെറ്റായിട്ട് തന്നെ നിന്നോളും. പൊടിയെ എത്ര നമ്മൾ കുലിക്കാലും ഒന്നും ചാടി പോവില്ല കേട്ടോ. അപ്പം ഇതിലേക്ക് എയറൊന്നും കയറില്ല, ഉറുമ്പൊന്നും കയറൂല. ഇങ്ങനെ തന്നെ നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. ഞാനിന്ന് ഷെയർ ചെയ്ത കിച്ചൺ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.